നമസ്കാരം. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുളിലേക്ക് തിരികെ പോകണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സോഷ്യൽ മീഡിയയിലും പുറത്തും പിണറായിസ്റ്റുകളുടെ പ്രചാരണം കൊണ്ടുപിടിക്കുകയാണ്. ഇനി നമുക്കതിലെ യാഥാർത്ഥ്യം ഒന്ന് നോക്കാം. ഇന്ന് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല. പക്ഷെ അതിൽ പിണറായി വിജയനും LDF ഗവൺമെന്റിനും എന്താണ് പങ്ക്? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും വൈദ്യുതി പദ്ധതികൾ ആരംഭിക്കുകയോ ഏതെങ്കിലും കമ്മീഷൻ ചെയ്യുകയോ ചെയ്തോ? ഒന്നുമില്ല. പിന്നെ ഈ സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിച്ചത്? വെരി സിമ്പിൾ. ആവശ്യമുള്ള വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു കരാറുണ്ടാക്കി പണം കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനാണോ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പാടി പുകഴ്ത്തുന്നത്? പാടി പുകഴ്ത്തായിരുന്നു. ആ കരാറിലെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താ? ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനുമായിട്ട് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുകയും അതിനായിട്ട് ഒരു കരാറുണ്ടാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ ലോഡ് ഷെഡിംഗ് അവസാനിക്കുന്നത്. അവരെ പകുതി സംഖ്യക്കാണ് നമ്മൾ 2014 കൊടുക്കുന്നത്. അന്നത്തെ റേറ്റിന്റെ പകുതി പോലും വരുന്നത് ഇതാണ്. പിന്നെ ഈ കഴിഞ്ഞ 7 കൊല്ലം ഇവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ പോയത് ഈ എഗ്രിമെന്റ് അനുസരിച്ച് വാങ്ങിയതുകൊണ്ടാണ്. ഈ എഗ്രിമെന്റ് അനുസരിച്ച് ഈ കമ്പനികളിൽ നിന്ന് പവർ വാങ്ങിയതുകൊണ്ടാണ്. അപ്പൊ ഈ സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയാതെ UDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കരാർ അടിസ്ഥാനത്തിൽ വൈദ്യുതി ലഭിച്ച് വൈദ്യുതി ക്ഷാമം തീർന്ന് ലോഡ് ഷെഡിംഗ് അവസാനിച്ചതിനാണോ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന പരസ്യ ബോർഡും ചുവന്നുകൊണ്ട് കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ KSRTC ബസ്സുകൾ പുക തുപ്പിക്കൊണ്ട് പായുന്നു? ഇനി പൊതുജനത്തിന്റെ പോക്കറ്റിൽ കൈയിട്ട് വാരിയ പണം കൊണ്ട് സർക്കാരിന്റെ PRD വകുപ്പ് ഇന്ന് പത്രങ്ങൾ മുഴുവൻ ഇതേ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ കരാർ ഉണ്ടാക്കുമ്പോൾ AKG സെന്ററിലെ തന്റെ ഫ്ളാറ്റിലെ TVയിൽ ഇരുന്ന് ഈ വാർത്ത കണ്ട പിണറായി വിജയന് ഈ കരാറിന്റെ സകല ക്രെഡിറ്റും കൊടുക്കുവാനായിട്ട് ജന്മന BMBC നിലവാരത്തിലുള്ള തൊലിക്കെട്ടി കിട്ടിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വെള്ളം കോരി വശം കെടുകയാണ് CPM-ന്റെ പ്രവർത്തകർ. അത് പിന്നെ പോട്ടേന്ന് വെക്കാം, അവർ അന്തം എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. പക്ഷെ തനിക്കോ തന്റെ ഗവൺമെന്റിനോ ഒരു പങ്കുമില്ലാത്ത ഒരു കരാറിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഷ്ടപ്പെട്ട് കുട്ടിക്കരണം മറിയുന്നത് കാണുമ്പോൾ നാണിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയാണ്. ഇനി 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ ഈ മേഖലയിലെ സംഭാവന എന്തൊക്കെയാണ്? UDF ഗവൺമെന്റ് 25 വർഷത്തേക്ക് ഉണ്ടാക്കിയ കരാറ് അധികാരത്തിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് സാങ്കേതികത്വം പറഞ്ഞിട്ട് റദ്ദാക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. എന്നാൽ റെഗുലേറ്ററി കമ്മീഷനല്ല, ധനവകുപ്പാണ് അനുമതി നൽകാത്തത് എന്നുള്ള കാര്യം പിന്നീട് പുറത്തു വരുന്നു. കരാർ റദ്ദാക്കരുത്, അത് KSEBക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് KSEB MD ആയിരുന്ന പോൾ ആന്റണി സർക്കാരിന് എഴുതിയ കത്തും പുറത്തു വരുന്നു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാർ ആ കരാർ റദ്ദാക്കിയത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അവർ അത്രക്കാരല്ല. ഇനി ഇതിൽ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെ കരാർ റദ്ദാക്കിയതിനു ശേഷം 4 രൂപ 20 പൈസയ്ക്ക് കേരളത്തിന് വൈദ്യുതി നൽകിയിരുന്ന അതേ കമ്പനിയുടെ പക്കൽ നിന്നും 8 രൂപയ്ക്ക് കേരളം വൈദ്യുതി മേടിക്കുന്നു. അതെന്താ അങ്ങനെ? 4 8 തിരിച്ചറിയാതിരിക്കാനായിട്ട് ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വിരലിലെണ്ണി കൂട്ടാനുള്ള വിദ്യാഭ്യാസം പോലും ഇല്ല. അപ്പൊ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു. സർക്കാരിന് ഈ വൈദ്യുതി മേടിക്കൽ നിർത്തിവെച്ചിട്ട് പഴയ കരാർ പുനഃസ്ഥാപിക്കേണ്ടി വന്നു. അപ്പൊ ഈ സാങ്കേതിക പ്രശ്നവും റെഗുലേറ്ററി കമ്മീഷനൊന്നും ഇല്ല. വീണ്ടും പഴയ കരാർ പുനഃസ്ഥാപിക്കുന്നു. എന്തു ആയിക്കോട്ടെ, കരാർ പുനഃസ്ഥാപിച്ചു വന്നപ്പോഴത്തേക്കും KSEBക്ക് ഈ ഇനത്തിൽ മാത്രം 250 കോടിയുടെ മുകളിൽ ബാധ്യത വന്നു. ആ ബാധ്യത ആര് പേറും? നമ്മൾ പേറി. സർചാർജ് എന്ന പേരിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി കരാർ റദ്ദാക്കലും പുനഃസ്ഥാപിക്കലും അധിക നിരക്കിൽ വൈദ്യുതി മേടിക്കലൊക്കെ ആയിട്ട് KSEBക്ക് ഉണ്ടായ ബാധ്യത നികത്തുവാനായിട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രം 5 or 6 പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. അപ്പൊ ഇതെല്ലാമാണ് പിണറായി സർക്കാരിന്റെ ഈ മേഖലയിലെ സംഭാവന. KSEBയെ ലാഭത്തിലാക്കി അതിന്റെ കടം 1083 കോടിയിലേക്ക് കുറച്ചുകൊണ്ടുവന്ന് ചരിത്രത്തിൽ ആദ്യമായി യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്ത ഒരു സർക്കാരാണ് UDF സർക്കാർ. ഉമ്മൻചാണ്ടി സർക്കാരല്ല കേരളത്തിനെ ഇരുട്ടിലേക്ക് നയിച്ചത്. അദ്ദേഹം അധികാരം ഏൽക്കുമ്പോഴേ കേരളം ഇരുട്ടിലായിരുന്നു. അന്ന് അതിനെ മറികടക്കുവാനായിട്ട് അദ്ദേഹം കൊളുത്തിയ ഒരു കൈത്തിരി നാളത്തിൽ നിന്നാണ് പിണറായി വിജയന്റെ 10 വർഷം പോലും കേരളം പ്രകാശിച്ചത്. നമസ്കാരം.